ടി ജി, നമ്മുടെ പ്രേക്ഷകർ കുറച്ച് ദിവസമായി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കേരളത്തിലെ സംഘപരിവാറിൻ്റെ മുഖങ്ങളിലൊന്നായാണ് അവർ ടി ജിയെ കാണുന്നത്. പക്ഷേ ടി ജി നിരന്തരം ABC ടോക്സിൽ പിണറായിയെ വല്ലാതെ ന്യായീകരിക്കുന്നു. പിണറായി EMSനെ പോലെ ആയിട്ടില്ല, പിണറായി എത്ര ഭേദമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ടി ജി വലതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്ന പിണറായിയെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്ന പിണറായിയെ ആ പ്രതിരോധ ഘട്ടത്തിലെല്ലാം വല്ലാതെ ന്യായീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ചേരിയിൽ നിൽക്കുന്ന ആളിനെ മെറിറ്റ് നോക്കാതെ ചീത്ത പറയുക, അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സിദ്ധാന്തം. അയാൾ വ്യക്തിപരമായിട്ട് എത്ര നല്ല മനുഷ്യനായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അയാൾ ചെയ്തത് നല്ലതോ ചീത്തയോ എന്തുമായിക്കോട്ടെ, അയാൾ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുക. അയാൾ നല്ലത് ചെയ്താലും നല്ലതെന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ മിണ്ടാതെയെങ്കിലും ഇരിക്കണം. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്തയാണ്. RSS ചിന്ത അങ്ങനെയല്ല. RSS ചിന്തയിൽ ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ. ശത്രുക്കളില്ല. എനിമി. എതിരാളി ശത്രുവല്ലേ? അല്ല, അത് ഓപ്പോണൻറ്റ്. എനിമിയും ഓപ്പോണൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എനിമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കപ്പെടേണ്ടവനാണ്. ഓപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എതിരാളി മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നു, അതിലെതിർ ടീമുണ്ട്. ഗുസ്തി പിടിക്കുന്നു, അതിലൊരു എതിരാളിയുണ്ട്. ശത്രുവല്ല. അപ്പോൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വേണം ഈ പൊളിറ്റിക്സിനെ കാണാൻ. അപ്പോൾ ഇത് ഞാൻ RSSൽ നിന്ന് ശീലിച്ചതാണ്. RSSൽ ഈ പറഞ്ഞ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വഴക്കിൻ്റെ തുടക്കമാണ്. വ്യത്യസ്ത അഭിപ്രായം എന്നും RSSലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതോ ഒരു വ്യത്യസ്ത അഭിപ്രായത്തിൻ്റെ പേരിൽ RSSൽ നിന്ന് പോയില്ല, പക്ഷേ ആക്ടിവിറ്റിയിൽ നിന്ന് മാറി നിന്നു 10 വർഷം. ബാലാസാഹിബ് ദേവറസ് 10 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചു എന്നറിഞ്ഞിട്ട് ഗുരുജി ഗോൾവൽക്കർ ആളെ വിട്ട് അദ്ദേഹത്തെ നാഗ്പൂർ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭേദമാക്കി കാര്യാലയത്തിൽ താമസിപ്പിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. അദ്ദേഹം സംഘവർക്കിലേക്ക് തിരിച്ചു വന്നു. സർക്കാർ ജനറൽ സെക്രട്ടറി ആയി, അടുത്ത സർസംഘചാലകമായി. അപ്പോൾ അന്നത്തെ പതിവനുസരിച്ച്, ഇന്നിപ്പോൾ ആ പതിവ് RSSലില്ല. അന്ന് ഈ ഇരിക്കുന്ന സർസംഘചാലകൻ തൻ്റെ പിൻഗാമിയുടെ പേര് ഒരു കവറിൽ എഴുതി സീൽ ചെയ്ത് വയ്ക്കും. ഇദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഈ സീല് പൊട്ടിച്ചിട്ട് ആരാണ് അടുത്ത സർസംഘചാലകെന്ന് അറിയും. ഇതായിരുന്നു ഗുരുജി എഴുതി സീൽ ചെയ്ത് വെച്ചു. ഇത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയി. ബാലാസാഹിബ് ദേവറസിൻ്റെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 10 വർഷം തന്നോട് പിണങ്ങി സ്വന്തം ഗ്രാമത്തിൽ പോയി നിന്നാൾ, ഒരക്ഷരം മിണ്ടാതെ, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ. അവർ തമ്മിൽ എന്താ സംഭവിച്ചതെന്ന് ഇന്നും ആർക്കും അറിയില്ല, ചില അഭ്യൂഹങ്ങൾ മാത്രമേ ഉള്ളൂ. ബട്ട് ആ മനുഷ്യനെ തൻ്റെ പിൻഗാമിയായിട്ട് വെച്ചു. അതാണ് ജനാധിപത്യ ബോധം. മാനേജിങ് ദ ഡിസെൻറ്റ്, അത് RSSൽ നിന്ന് വേണം പഠിക്കാൻ. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒരു വലിയ ടോളറൻസ് അല്ല, അത് അക്സെപ്റ്റൻസാണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കലാണ്. ഈ നേഴ്സ് സൂചി കൊണ്ട് കുത്തുമ്പോൾ നമ്മൾ സഹിക്കുന്നു, നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, പിന്നെ പോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതാണ് ടോളറൻസ്. ടോളറൻസ് ഒരു നല്ല വാക്കല്ല ഒരിക്കലും. സഹിക്കുന്നു, അക്സെപ്റ്റ്. സുനിലിനെ സുനിലായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. സുനിലിന് എന്നിൽ നിന്ന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ട്, പെരുമാറ്റങ്ങളുണ്ട്, ചിന്തയുണ്ട്, വീക്ഷണമുണ്ട്. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ അത് ഞാൻ അനുകരിക്കുന്നു എന്നർത്ഥമില്ല, അത് ഞാൻ മാനിക്കുന്നു, അക്സെപ്റ്റ്. അതിൻ്റെ സെൻസിറ്റിവിറ്റിയിൽ കയറി ഞാൻ മാന്തുകയില്ല. ഇതാണ് അക്സെപ്റ്റൻസ്. ഞാൻ ഈ MM മണിയുടെ വിഖ്യാതമായ അല്ലെങ്കിൽ കുഖ്യാതമായൊരു പ്രസംഗമുണ്ടല്ലോ, 1, 2, 3, 4. ഈ പ്രസംഗത്തിൻ്റെ പേരിൽ MM മണി അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജാമ്യം കിട്ടിയില്ല, ജാമ്യം കൊടുത്തു, ജയിലിൽ കിടന്നു 42 ദിവസം. അപ്പോൾ അന്ന് ഞാനൊരു ലേഖനം എഴുതി. MM മണിയുടെ പ്രസംഗത്തിൽ കാര്യമായിട്ടൊന്നുമില്ല, ക്രിമിനൽ ആംഗിൾ നോക്കിയിട്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയത്. മംഗളം പത്രത്തിൽ എഴുതി. ഞാൻ പറഞ്ഞു, അത്
അതിനകത്തൊന്നുമില്ല, ഒരു കാർന്നവരുടെ പൊങ്ങച്ചം മാത്രമാണ്. ഈ കൊച്ചിൻ ഹനീഫ സിനിമയിൽ പറയുന്നില്ലേ, നീ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? 6 പേരെ കൊന്നിട്ട് ജയിലിൽ നിന്ന് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ, ഉടനെ അയാളുടെ പേരിൽ കൊലക്കേസ് എടുക്കുമാരെങ്കിലും, ഒരു പൊങ്ങച്ചം. ഇതുപോലെ മമ്മണി പറഞ്ഞൊരു പൊങ്ങച്ചമാണത്. ഫൈനലി ആ കേസ് സുപ്രീം കോടതി വരെ പോയി കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞു ഇതിലൊരു ഒഫൻസ് ഒന്നുമില്ല, അപ്പോൾ കേസ് കളഞ്ഞു. എന്നിട്ടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രജിസ്റ്റർ ചെയ്തൊരു കേസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അതേപ്പറ്റിയൊന്നും കേട്ടില്ല, ഞാനതിൻ്റെ പിന്നാലെ പോയില്ല. അപ്പോൾ അന്നും RSSകാരൊഴിച്ച് ബാക്കി എല്ലാവരും നെറ്റി ചൊളിച്ചു. ഇയാളിങ്ങനെ മമ്മണി എക്സോണറേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയത് എന്തുകൊണ്ട്? RSSനൊരു കുലുക്കവും ഉണ്ടായില്ല. അന്നും ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചത് RSSന്, ഈ ലേഖനം പ്രസിദ്ധീകരിച്ച് വന്ന ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് RSSകാരാണ്. അവർക്കൊരു കുലുക്കവും ഉണ്ടായില്ല. കാരണം RSSന് ഇതറിയാം, ഹി ഹാസ് എ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ, വാട്ട് ഈസ് ദർ. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഞാൻ ഡിഫറെൻറ്റ് ഒപ്പീനിയൻ പറയാറുണ്ട്. ഒന്ന് എക്സാലോജിക്കാണ്. എക്സാലോജിക്ക് ഇപ്പോഴും ഒരു കേസല്ല. ഇപ്പോൾ ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അന്വേഷണം പറയുന്നത് എക്സാലോജിക്കിൻ്റെ CMRലുമായിട്ടുള്ള ബന്ധമല്ല, അതല്ലാതെയുള്ള എക്സാലോജിക്കിൻ്റെ ഓപ്പറേഷൻസാണ്. CMRലുമായിട്ടുള്ള ഓപ്പറേഷൻ ക്ലിയറായിട്ട് ഇൻകം ടാക്സ് അപ്പലേറ്റ് ബോർഡിൽ വന്നതാണ്. അതെന്താണെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരുടെയും മുമ്പിലുണ്ട്, അത് അന്വേഷിക്കാനൊന്നുമില്ല. അത് വന്നു 1.72 crores കൊടുത്തു. അത് പ്രോമിനൻറ്റ് പൊളിറ്റീഷ്യൻ്റെ മകനായതുകൊണ്ട് കൊടുത്തതാണ്. അതിൽ ഒഫൻസില്ല. അന്നും ഞാൻ പറഞ്ഞത് ഒഫൻസില്ല. ഏത് പോയിൻ്റ് വരെ പിണറായി വിജയൻ തിരിച്ച് കർത്താവിന് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കറപ്ഷനാണ്, ഇല്ലെങ്കിൽ കറപ്ഷനല്ല. ഒരാൾക്ക് ആർക്കും എനിക്കോ ജോലി ചെയ്ത് പൈസ വാങ്ങാം. നമ്മൾ ആരുടെ കോൺട്രാക്റ്റാണോ എടുത്തത് അയാൾ കുറച്ച് ദയാലുവാണ്, കോൺട്രാക്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും പൈസ തരും, ചിലപ്പോൾ നമ്മൾ മേടിക്കും. അത് ക്രിമിനൽ ഒഫൻസ് അല്ല. ക്രിമിനൽ ഒഫൻസ് ഇല്ല അതിൽ, 2 പ്രൈവറ്റ് കമ്പനികൾക്ക്. ശരിയാണ്. ഇത് പറയുമ്പോൾ പിണറായി വെള്ളപൂശി എന്ന് പറയും. ഞാൻ എൻ്റെ ഈ നീതിബോധം വിട്ട് ഒരു കാര്യം ഞാൻ പറയാറില്ല. അയാൾ മാർക്സിസ്റ്റുകാരനാണ്, അതുകൊണ്ട് എൻ്റെ നീതിബോധം മാറ്റി വെച്ചിട്ട് കുറ്റം പറയാം, അത് ഞാൻ ചെയ്യാറില്ല. അതൊക്കെയാണ് ഈ സാംസ്കാരിക തലത്തിൽ അധപ്പതനത്തിന് കാരണം, ഈ സത്യസന്ധത ഇല്ലായ്മയാണ്. പിന്നെ പിണറായി വിജയൻ EMSനേക്കാൾ ഭേദമാണ് എന്ന് ഞാൻ പറയുന്നത് പിണറായി വിജയൻ ഭേദമായതുകൊണ്ടാണ്. ചന്ദനത്തോപ്പിൻ്റെ കാര്യം ആവർത്തിച്ച് പറയാറുണ്ട്. ആളുകൾക്ക് ഉണ്ടല്ലോ ഈ ഇമ്മിനൻറ്റ് ത്രെറ്റ്, ഇപ്പം നമ്മളെ ഉപദ്രവിക്കുമെന്ന് പരമദുഷ്ടൻ എന്ന് വിചാരിക്കും. ഇതിലും വലിയ ദുഷ്ടത്തരം കാണിച്ചവനെ സൗകര്യപൂർവ്വമോ അല്ലാതെയോ മറക്കും. ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് ഇത് അറിഞ്ഞേ കൂടാ, അവർ കേട്ടിട്ട് പോലുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഗ്രഹമാണ് EMS. ഇത് BJPക്കാർ പോലും TV ഡിബേറ്റിലൊക്കെ പറയുന്നത് ഞാൻ കേൾക്കും. EMS, AKG, CH കണാരനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പാർട്ടി നിങ്ങളുടെ എത്ര നന്നായിരുന്നു, ഇപ്പോൾ അധപ്പതിച്ചു പോയി. എന്തൊരു കഷ്ടമാണ്. കോൺഗ്രസും പറയുന്നു, BJPയും പറയുന്നു. അതെ അതെ, അങ്ങനെയല്ല. എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിലും വലിയ കള്ളത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു, കാരണം ജനങ്ങൾ അവെയറായി, സോഷ്യൽ മീഡിയ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാമറയിൽ എടുക്കാനുള്ള. പണ്ട് ക്യാമറയില്ല, കുന്തവുമില്ല. അന്ന് ഇവർ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ, തെമ്മാടിത്തരങ്ങൾ ഇവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അഴിമതിയുടെ കാര്യം എടുക്കുക, ആന്ധ്ര അരി കുംഭകോണം എന്ന് പറയുന്നത് EMSൻ്റെ കാലത്താണത്. ശീമക്കൊന്ന കൃഷി വ്യാപകമാക്കിയതൊക്കെ ഈ ആന്ധ്ര അരി കുംഭകോണത്തിൽ വ്യക്തമായി അഴിമതി നടന്നിട്ടുണ്ട് എന്ന് PT രാമൻ നായർ, ജസ്റ്റിസ് PT രാമൻ നായർ, അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന റിട്ടയറായ ആളാണ്. അദ്ദേഹം അന്വേഷിച്ചിട്ടാണ് ഇതിനകത്ത് ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്. EMS ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ലെങ്കിൽ കേസിന് പോകാത്തത് എന്താണെന്നായിരിക്കും ഉടനെ അടുത്ത ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ 1957-58 സംഭവങ്ങളാണ്. അന്ന് പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞൊരു ഹർജി കോടതിയിൽ പോകാൻ പറ്റില്ല, ഇവോൾവ് ചെയ്ത് വന്നിട്ടില്ല. 1985 ജസ്റ്റിസ് PN ഭഗവതിയാണ് ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഇരുന്നുകൊണ്ട് പൊതു താല്പര്യ ഹർജി ആവാം എന്ന് പറഞ്ഞത്. അത് കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ജഡ്ജ്മെൻറ്റ് 86 VR കൃഷ്ണയ്യരുടെ വന്നു. പേരെടുക്കാൻ മിടുക്കനായതുകൊണ്ട് ഇന്ന് പൊതു താല്പര്യ ഹർജിയുടെ ക്രെഡിറ്റ് VR കൃഷ്ണയ്യരുടെ പേരിലാണ്. ബട്ട് ജസ്റ്റിസ് ഭഗവതിയാണ് ആദ്യം അംഗീകരിക്കുന്നത്. 1985 അവസ്ഥ 1958 അതുകൊണ്ട് EMS രക്ഷപ്പെട്ടു. അന്ന് ഈ റിപ്പോർട്ട് അംഗീകരിച്ച് ഒരു ക്രിമിനൽ കേസ് എടുക്കേണ്ടത് IPC അന്നുണ്ട്, ഇന്ത്യൻ പീനൽ കോഡുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് വെച്ച് ആക്ഷൻ എടുക്കേണ്ടത് EMS ആണ്. EMS അത് എടുത്തില്ല.
അദ്ദേഹത്തിനെതിരെ അദ്ദേഹം തന്നെ എടുക്കില്ല. ഇത് ചെയ്താണ് EMS. ഇന്ന് അഴിമതിയുടെ അവന്യൂസ് വർദ്ധിച്ചു. അന്നുണ്ടായിരുന്ന അവന്യൂസ് മുഴുവൻ EMS പ്രയോജനപ്പെടുത്തി. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, EMS അത് ഉപയോഗിച്ചില്ല. വ്യക്തിപൂജയുടെ കാര്യം സുനിൽ നോക്ക്. വ്യക്തിപൂജയ്ക്ക് EMS വഴങ്ങിയില്ല എന്ന് MT വാസുദേവൻ നായർ പറഞ്ഞല്ലോ. മഹാകഷ്ടമാണ്. ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ VS അനിൽകുമാറിൻ്റെ പുസ്തകമാണ്. EMS ജീവിച്ചിരിക്കുമ്പോൾ ഇറങ്ങിയ പുസ്തകമാണ് 1996. EMSനോട് കൺസൾട്ട് ചെയ്ത് എഴുതിയ പുസ്തകമാണ്. അതിലാണ് ക്രാന്തദർശി, തൊഴിലാളി വർഗത്തിൻ്റെ ദത്തുപുത്രൻ, ഇതൊക്കെ പോട്ടെ, അറിയപ്പെടാത്ത EMS അപ്പുക്കുട്ടൻ വള്ളിക്കുന്നിൻ്റെ 1986 മറ്റും ഇറങ്ങിയതാണ്. EMSനോട് ചോദിച്ച് EMSൻ്റെ കുടുംബചരിത്രം, അതിൻ്റെ ഈ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് 4-ാം ബ്രാൻ എന്നാണ്. 4-ാം തമ്പുരാൻ, 6-ാം തമ്പുരാൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ 6-ാം തമ്പുരാൻ പിന്നീട് വരാൻ കാര്യം എന്ന് വെച്ചാൽ പൂമുള്ളി മന 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് 6-ാം തമ്പുരാൻ വന്നത്. ഇത് 4-ാം ബ്രാൻ. ഇദ്ദേഹം പൂമുള്ളി മനയില്ല, ഏലംകുളം മനയാണില്ല. 4-ാം ബ്രാൻ എന്നാണ് ആദ്യത്തെ അധ്യായം തുടങ്ങുന്നത്. ഇത് EMS ജീവിച്ചിരിക്കുമ്പോൾ EMS അറിഞ്ഞുകൊണ്ട് EMSനോട് കൺസൾട്ട് ചെയ്ത് നടത്തിയ വ്യക്തിപൂജയാണ്. ഇത് MT വാസുദേവൻ നായർ സൗകര്യപൂർവ്വം മറച്ചു വെച്ചു. ഇനി അതും പോട്ടെ, അറിയപ്പെടാത്ത EMS 80 തികഞ്ഞ EMS ബെർലിൻ കുഞ്ഞിരൻ നായരുടെ, അത് വായിച്ചു നോക്കണം. എന്തെല്ലാം അതിശയോക്തി, അത്യുക്തി, സൂപ്പർലേറ്റീവ്സ് ഉപയോഗിച്ചിരിക്കുന്നു EMSനെ പറ്റി. അതിലാണോ മറ്റേ കഥയുള്ളത്? മറ്റേ ഈ കത്തുമായി വരുന്നത് എൻ്റെ മകളാണ്, 2 ഓയിൽ സാരി കൊടുത്തേക്കണം, എനിക്ക് അടുത്ത മാസത്തെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചു തരാം. എനിക്ക് ഓർമ്മയില്ല. ഇതൊക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. ആ പുസ്തകത്തിൽ അതുണ്ടെന്ന് ഞാൻ കൺഫേം ചെയ്യുന്നില്ല, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വ്യക്തിപൂജയ്ക്ക് EMS വഴങ്ങിയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് EMSൻ്റെ മരണശേഷമാകാം നമ്മളുടെ കേരള അസംബ്ലിയുടെ മുമ്പിൽ ആരുടെ പ്രതിമയാണ്? EMSൻ്റെ അല്ലേ അത്? അതെ അല്ലേ? മരണശേഷമാകാം. പക്ഷേ വ്യക്തിപൂജയുടെ ആൾക്കാരാണ് ഇവരെല്ലാം. വ്യക്തിപൂജ മാത്രമല്ല, വിഗ്രഹപൂജയുടെ ആൾക്കാരാണെന്ന് തെളിയിച്ചുകൊണ്ട് EMS അവിടെ നിൽക്കുന്നു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ മുമ്പിൽ. എന്നിട്ട് MT വാസുദേവൻ നായർ പറയുകയാണ് EMS വ്യക്തിപൂജയ്ക്ക് വഴങ്ങിയിരുന്നില്ല. അതിനർത്ഥം കൊടുത്തത് പിണറായി വിജയൻ അതിന് വഴങ്ങുന്നു. പിണറായി വിജയനെ പറ്റി ആരെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയൊരു പാട്ടാണല്ലേ ഈ കഴുകനാണ് സൂര്യനാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടോ പിണറായി വിജയനെ മഹത്വവൽക്കരിച്ച്? ഇല്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങുമായിരിക്കാം. പക്ഷേ ഇറങ്ങുന്നത് വരെ എനിക്ക് പറയേണ്ടി വരും EMSനേക്കാൾ യോഗ്യനാണ് വ്യക്തിപൂജയുടെ കാര്യത്തിൽ പിണറായി വിജയൻ എന്ന് പറയേണ്ടി വരും. കാരണം ഞാനിത് കണ്ടവനാണ്. ഈ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് സർക്കുലേഷനിൽ. ഇതാ EMS ഈ സ്വന്തം ഭൂമി പാർട്ടിക്ക് കൊടുത്തു, ഇങ്ങനൊരു കഥ. ആ കഥ പൊളിച്ച ആൾ MGS നാരായണനാണ്. MGS നാരായണൻ അതിൻ്റെ രജിസ്ട്രേഷൻ വരെ പുറത്തു വന്നു. ഇദ്ദേഹം ബന്ധുക്കളുടെ പേരിലേക്ക് ഭൂമി മാറ്റിയത്. പാർട്ടിക്ക് ഒരു ചുക്കും കൊടുത്തിട്ടില്ല. കൊടുത്തു എന്ന് പറഞ്ഞ് ദേശാഭിമാനിയിൽ വന്ന ലേഖനം വേറൊരു പേരിൽ EMS തന്നെ എഴുതിയതാണെന്നും MGS സ്ഥാപിച്ചു. MGS വലിയ ശത്രുവായിരുന്നല്ലോ EMSന്. ഇത് തുടങ്ങാൻ കാര്യം എന്താണെന്നറിയാമോ? മദ്രാസിൽ കമ്മ്യൂണിസം പഠിപ്പിക്കുന്നൊരു ക്ലാസ് EMSൻ്റെ, അതിൽ MGS നാരായണൻ പോയി. MGS നാരായണൻ പറഞ്ഞു, മാർക്സിസം എന്ന് പറയുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ പഠിപ്പിക്കുന്ന മുഴുവൻ ലെനിനിസമാണ്. കാരണം ലെനിൻ തുടങ്ങി വെച്ച വിപ്ലവം, അതിന് മാർക്സുമായിട്ട് ബന്ധമൊന്നുമില്ല. ലെനിൻ സോവിയറ്റ് യൂണിയൻ വിപ്ലവം, അതിൻ്റെ കുറേ പ്രിൻസിപ്പിൾസും സംഗതിയും ചേർന്ന് ആ പുസ്തകങ്ങളാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ വരുന്നത്. മാർക്സ് എഴുതിയത് ജർമ്മൻ ഭാഷയിലാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ നിങ്ങളിതെങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾക്കാണെങ്കിൽ ജർമ്മൻ ഭാഷ അറിഞ്ഞും കൂടാ. ഈ ഒരു ചോദ്യം ചോദിച്ചതിന് EMS പിറ്റേ ദിവസം മുതൽ MGSനെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ക്ലാസ്സിൽ കയറ്റിയില്ല. അവിടെ നിന്ന് തുടങ്ങിയ ശത്രുതയാണ് ഇവരുടെ. പക്ഷേ ശത്രുത ഇവിടെ നിന്ന് തുടങ്ങി എന്നുള്ളതല്ല, ഈ സാധനം, ഈ പച്ചക്കള്ളം ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഇതിനെല്ലാം EMS നിന്നുകൊടുത്തു. ഏതെങ്കിലും ഒരു പുസ്തകം EMS പാടില്ല എന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞോ? ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞോ? ഇതൊക്കെ EMS ലേഖനങ്ങളുടെ സമാഹാരത്തിന് പേരിട്ടതും വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നാണ്. അത് കുമാരനാശാനെ ജോസഫ് മുണ്ടശ്ശേരി വിളിച്ചതാണ്. ശരി, അത് മറ്റുള്ളവർക്ക് എടുക്കാം ആ വാക്ക്. ജോസഫ് മുണ്ടശ്ശേരിക്ക് അതിൽ പേറ്റൻ്റ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ലേഖന സമാഹാരത്തിന് പേര് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഇപ്പോൾ EMS വ്യക്തിപൂജ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നൊക്കെ MT പറയുന്നതിന് അർത്ഥമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടി ജി പറയുന്നത് ശരിയാണ്. നമ്മൾ ഈ എക്സാമ്പിളൊക്കെ വെച്ച് നോക്കുമ്പോൾ ടിജിയുടെ വിലയിരുത്തൽ 100% ശരിയാണ്. പക്ഷേ EMS ജീവിച്ചിരുന്ന കാലമല്ലെന്ന്. ഇന്നത്തെ ജനത അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായിക്കെതിരെ വർത്തമാനം പറയുമ്പോൾ, പ്രതികരിക്കുമ്പോൾ അത് EMSനെ ആയിട്ട് കമ്പയർ ചെയ്ത് ഇത് വളരെ കുറവാണ് എന്ന് പറയുന്നതിനകത്ത് ഒരു വെള്ളപൂശലില്ലേ? വെള്ളപൂശലില്ല അതിൽ. കാരണം യഥാർത്ഥ കമ്മ്യൂണിസം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാക്കണം എന്നുള്ള വാശിയാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാനിത് പറയുന്നത്. ഈ എൻ്റെ സുഹൃത്തുക്കളായ BJPയിലെ ആൾക്കാർ പോലും കോൺഗ്രസ്സിലെ ആൾക്കാരും എല്ലാം ഈ തെറ്റിദ്ധാരണയിൽ പെട്ട് കിടക്കുകയാണ്. EMSൻ്റെ കാലം വരെ, കുറഞ്ഞ പക്ഷം അച്യുതാനന്ദൻ്റെ കാലം വരെ ഇതൊരു സ്വർഗീയ പാർട്ടിയായിരുന്നെന്നും ഈ പിണറായി വിജയൻ വന്നിട്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയതെന്നും. അതിൻ്റെ അർത്ഥം എന്താ? തിരിച്ച് EMSൻ്റെ കാലത്തിലേക്ക് പോയാൽ എല്ലാം ശരിയാകുമെന്നല്ലേ? അതിൻ്റെ ഞാനൊരു കാര്യം, ഈ പുതിയ തലമുറയ്ക്ക് രേഖകൾ വേണം എല്ലാത്തിനും. രേഖ, ഞാൻ ഈ വല്ല പത്രവാർത്തയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ ആ പത്രം അങ്ങനെ എഴുതുള്ളൂ എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ നിയമസഭാ ലൈബ്രറിയുടെ പ്രൊസീഡിങ്സ്, നിയമസഭയിൽ നടന്ന ചർച്ച, അതിൻ്റെ ചെറിയ പോർഷൻസ് ഞാൻ വായിക്കാം. ശ്രീ KC എബ്രഹാം, ഇത് 30th May 1959, മെയ് 30, 1959 കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതിൻ്റെ ആർക്കൈവ്സിൽ നിന്ന് ഞാൻ എടുത്ത കടലാസ്, അതിൻ്റെ ഫോട്ടോ കോപ്പിയാണിത്. ശ്രീ KC എബ്രഹാം, താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സദയം മറുപടി നൽകുമോ? കുറേ ചോദ്യം ചോദിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ശ്രീ SY കൃഷ്ണസ്വാമിയെ അഗ്രികൾച്ചറൽ പ്ലാനിംഗ് അഡ്വൈസറായിട്ട് ഏത് വ്യവസ്ഥകളിലാണ് നിയമിച്ചിട്ടുള്ളത്? EMSൻ്റെ മറുപടിയാണ്. ഇത് സംബന്ധിച്ച് വിശദമായ ഒരു നോട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ശ്രീമതി കുസുമം ജോസഫ് ചോദിക്കുന്നു, ഈ ഉദ്യോഗസ്ഥൻ്റെ സേവന വ്യവസ്ഥകൾ എന്തെല്ലാമാണ്? EMS നമ്പൂതിരിപ്പാട്, അതെല്ലാം നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. വലിയ നോട്ടാണ്, വേണമെങ്കിൽ വായിക്കാം. മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്, വേണമെങ്കിൽ വായിക്കാം. അത് ആ സ്ത്രീയെ കൊച്ചാക്കിക്കൊണ്ട് പറയുകയാണ്. സൗകര്യമുണ്ടെങ്കിൽ വായിച്ചു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആരെ ഈ SY കൃഷ്ണസ്വാമി എന്നറിയാം? കേന്ദ്ര സർക്കാരിൽ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് 1950 മറ്റോ ആണ് ഈ ഗ്രോ മോർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം ഒരു പരിപാടി. അന്ന് നമുക്ക് ഭക്ഷ്യക്ഷാമമുള്ള കാലം, അതിന് ഫെർട്ടിലൈസർ വേണം, വളം വേണം. നാനാവതി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടർ ഒരു കമ്പനി ഉണ്ടാക്കി അമേരിക്കയിൽ നിന്ന് വളം ഇറക്കുമതി ചെയ്തു. അതിന് ഈ SY കൃഷ്ണസ്വാമിയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനൊരു CDS സ്വാമിയും, അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, ഇവർ കൈക്കൂലി വാങ്ങിച്ചു. പക്ഷേ വേണ്ട സഹായം ഈ കോൺട്രാക്ടർക്ക് ചെയ്തില്ല. നാനാവതി ഇവർ അന്ന് വാങ്ങിയത് 10,000 രൂപയാണെന്നാണ് നാനാവതി പറയുന്നത്. 10,000 രൂപ അന്നത്തെ വലിയ തുകയാണല്ലോ. അന്ന് ഈ വളം ഫെർട്ടിലൈസറൊക്കെ നോക്കുന്നത് KM മുൻഷിയാണ്, സർദാർ KM മുൻഷി. അദ്ദേഹം നെഹ്റുവായിട്ട് കേന്ദ്രമന്ത്രി, നെഹ്റു ക്യാബിനറ്റിൽ നിന്ന് പിന്നെ രാജിയൊക്കെ വെച്ചാണ്. അപ്പോൾ KM മുൻഷി ഇത് സീരിയസ് ആയിട്ടുണ്ട്. അദ്ദേഹം ഗാന്ധിയനുമാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ എൻക്വയറി നടത്തി, രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കണ്ടു, പിരിച്ചുവിട്ടു. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥനാണ് SY കൃഷ്ണസ്വാമി. ഇവർ കാശുകാരാണല്ലോ, കാശ് മേടിക്കുന്നവരാണല്ലോ. സുപ്രീം കോടതി വരെ ഇവർ ഫൈറ്റ് ചെയ്തു. സുപ്രീം കോടതി ഇത് ശരിവെച്ചു. പിന്നെ കയ്യോ കാലോ പിടിച്ചിട്ട് അത് നിർബന്ധിത പെൻഷൻ ആക്കി മാറ്റി. ഡിസ്മിസലല്ല, കമ്പൽസറി പെൻഷൻ എന്ന് പറഞ്ഞിട്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ആളാണ് SY കൃഷ്ണസ്വാമി. ICSകാരനാണ്, മഹാബുദ്ധിമാനാണ്, അന്നത്തെ ശിവശങ്കരനാണ്. മനസ്സിലായി? ശിവശങ്കരന് ബുദ്ധിയില്ലെന്ന് ആരും പറയില്ല, റേഞ്ച് മനസ്സിലായി. ഇതാണ് SY കൃഷ്ണസ്വാമി. ഈ SY കൃഷ്ണസ്വാമിയെ EMS 3,000 രൂപ ശമ്പളത്തിൽ അഡ്വൈസറായിട്ട് നിയമിക്കുന്നു. ഈ ചരിത്രം, ഈ നിയമസഭാ രേഖ വായിച്ചിട്ടുള്ള എനിക്ക് ക്രിമിനൽ കുറ്റമൊന്നും ചെയ്യാത്ത ഗീതാ ഗോപിനാഥിനെ പിണറായി വിജയൻ അഡ്വൈസറായിട്ട് വയ്ക്കുമ്പോൾ കുറ്റം പറയാൻ തോന്നുമോ? തീർച്ചയായും പറ്റില്ല. കാരണം ക്രിമിനൽ കുറ്റത്തിൽ പിരിച്ചുവിട്ടപ്പെട്ട കൃഷ്ണസ്വാമിയെ നിയമിച്ച ആളാണ് EMS. ഗീതാ ഗോപിനാഥ് ക്രിമിനൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവരെന്തോ ഫോറിനിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, ബൂർഷ്വയാണ്, അവരെ അഡ്വൈസറായിട്ട് കാഴ്ചപ്പാടുണ്ട്, അത്രയേ ഉള്ളൂ. എന്തു വാങ്ങിക്കോട്ടെ, അവർ കൈക്കൂലി കേസിൽപ്പെട്ട ആളല്ലല്ലോ. ഈ കൈക്കൂലി കേസിൽപ്പെട്ട ആളിനെ എന്നിട്ട് അതിൻ്റെ ടേംസ് ഇദ്ദേഹം വെച്ച നോട്ടിൽ പറയുന്നത് നോക്കണം. ദ പോസ്റ്റ് ഓഫ് ദ അഡ്വൈസർ ഫോർ അഗ്രികൾച്ചറൽ പ്ലാനിംഗ് ഈസ് ഫോർ എ പീരീഡ് ഓഫ് 6 months ഫ്രം 14/5/1959. He will be given a salary of rupees 3,000 per month
ലെസ് ഹിസ് പെൻഷൻ. ഈ നിർബന്ധിത പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിമം പെൻഷൻ അവർ കൊടുക്കും. ആ പെൻഷൻ കഴിച്ചിട്ട് 3000 രൂപയിൽ നിന്ന് കുറച്ചിട്ട് ആ കാശ് കൊടുക്കും. 3000 രൂപ എനിക്ക് ശമ്പളം കിട്ടിയത് എന്നാണെന്ന് ഈ വർഷം 1957 എനിക്ക് 3000 രൂപ ശമ്പളം കിട്ടാനായിട്ട് 1987 ആകേണ്ടി വന്നു. 1987 എഞ്ചിനീയറായ എനിക്ക് 3000 രൂപ ശമ്പളം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്യരുത്. ആ ശമ്പളം 1958 SY കൃഷ്ണൻ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും കൂട്ടുക? വന്ന് ഒരു ചാക്ക് അരിക്ക് എത്ര രൂപ വരെ ഉണ്ടായിരിക്കുമായിരുന്നു എന്നാണ് ഞാൻ ആലോചിച്ചത്. അത് വേണമെങ്കിൽ കുട്ടി അരിക്ക് അല്പം സബ്സിഡി ഉണ്ട്. ഒരു ചാക്കരി എനിക്കറിയില്ല. 100 ഗ്രാം അരിക്ക് 60 പൈസയാണ് വിമാന സമരം നടക്കുമ്പോൾ. അത് 80 പൈസയായി എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളം നടന്നു. ഭക്ഷ്യക്ഷാമം 80 പൈസ 1 കിലോയ്ക്ക്. അതായത് 50 ഗ്രാം 4 പൈസ എന്ന് പറഞ്ഞിട്ടാണ് ദേശബന്ധുവിൽ വാർത്ത വന്നത്. അരി 50 ഗ്രാമിന് 4 പൈസയായി എന്ന് പറഞ്ഞ് വാർത്ത വന്നു. അപ്പോൾ ഇനി അരി എത്ര ചാക്കരി കൂട്ടിയാൽ മതി. ഇതിൻ്റെ അടുത്ത രസം എന്താണെന്ന് വെച്ചാൽ ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി മദ്രാസ്. ഹി വിൽ ബി എ ടൂറിംഗ് ഓഫീസർ entitled to TA as for first class officers. While at Trivandrum, he will stay at the residency as a paying guest. He can contact any secretary to government, head of the department, collectors or district officers directly. മദ്രാസിലാണ് ഇദ്ദേഹത്തിൻ്റെ താവളം. വല്ലപ്പോഴും തിരുവനന്തപുരത്തോ കേരളത്തിൽ വരും. വന്നാൽ ഒഫീഷ്യൽ കാറ്, ഗസ്റ്റ് ഹൗസ്, ചീഫ് സെക്രട്ടറി, കളക്ടർ അടക്കം സകല ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്താനുള്ള പവർ. എന്തിനാണ് SY കൃഷ്ണസ്വാമിയെ നിയമിച്ചതെന്ന് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ഇതാണ് EMS. ഇതുമായിട്ട് നോക്കിക്കഴിയുമ്പോൾ പിണറായി വിജയൻ എന്ത് കൊന്ത് ഏത് അഡ്വൈസറെ ഏത് അവതാരത്തെ വെച്ചു എന്നാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കുന്നത്, ഇതല്ല, ഇതിലും വലിയ കള്ളൻ്റെ പാരമ്പര്യത്തിൽ ചെറിയ ചെറിയ കള്ളങ്ങൾ ജീവിച്ച് പോകാനായിട്ട് ചെയ്യുന്ന മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. നിങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസം കണ്ടിട്ടില്ല. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇനി അക്രമത്തിൻ്റെ കാര്യം എടുത്ത് നോക്ക്. ഒരു വിഗ്രഹം ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ഇത് എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് രേഖയില്ലാതെ അവർ സമ്മതിക്കില്ല. ഇപ്പോൾ അടുത്ത കാലത്തുള്ളതാണ്. ഇതിലൂടെ കടന്നുപോയവൻ നേരിട്ട് കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. പക്ഷേ EMSനെ കുറിച്ച് ആരും ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കുമാരനാശാൻ്റെ ദുരവസ്ഥയ്ക്ക് സംഭവിച്ചില്ലേ? കുമാരനാശാൻ അവിടെ പോയി കണ്ടെഴുതിയ കാവ്യമാണ് ദുരവസ്ഥ. ആ ദുരവസ്ഥ അംഗീകരിക്കില്ല. 3500 കിലോമീറ്റർ ദൂരെ ബംഗാളിൽ സൗമേന്ദ്രനാഥ് ടാഗോർ ഇത് കാർഷിക വിപ്ലവമായിരുന്നു എഴുതി വെച്ചു. ആകെ 16 പേജേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ടാഗോർ സൗമേന്ദ്ര എന്ന് പറഞ്ഞ് റെഫർ ചെയ്യും. ഈ റെഫറൻസിൽ കണ്ടിട്ടില്ലേ? ഈ കൃഷ്ണൻ നായർ എന്ന് അല്ല എഴുതുന്നത്, നായർ കൃഷ്ണ എന്നാണ് റെഫറൻസിൽ. അതാണ് റിസർച്ച്. ഈ ബോഷ്ക്ക് ഇവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലില്ലേ? നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടണം. അസംബ്ലിയുടെ ആർക്കൈവ്സിൽ പോകണം, അവിടെ ഇരുന്നിട്ട് പഠിക്കണം, കോപ്പി എടുക്കണം, ഇതൊക്കെ ചെയ്യണം. ഇനി പോലീസ് എക്സെറ്റ് അങ്കമാലി, ഇത് വിമോചന സമരം ചൂടായി വരുന്ന സമയത്താണ് ഒരു അടിയന്തര പ്രമേയം വരുന്നു. അതിൽ C. അച്യുതമേനോൻ്റെ മറുപടി. C. അച്യുതമേനോൻ ധനകാര്യമന്ത്രിയാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയില്ല. EMS മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയില്ല. പോലീസ് വകുപ്പ് അത് VR കൃഷ്ണയുടെ കയ്യിലായിരുന്നു. താമസിയാതെ അത് അച്യുതമേനോന് കൈമാറി. കാരണം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരൻ C. അച്യുതമേനോനായിരുന്നു. ഇന്ന് പറഞ്ഞാൽ ആരും വലിയ വിശുദ്ധനാണ്. ഇന്ന് വലിയ പുള്ളി പിന്നീട് മാറിയതാണ്. ഈ പരിപാടി ശരിയില്ല എന്ന് കണ്ടിട്ട് പുള്ളി സോഫ്റ്റ് ആയതാണ്. ഏറ്റവും ക്രൂരനായ മന്ത്രി C. അച്യുതമേനോനായിരുന്നു EMS മന്ത്രിസഭയിൽ. അതുകൊണ്ട് പോലീസ് വകുപ്പ് അച്യുതമേനോനെ ഏൽപ്പിച്ചു. അത് നോക്കിയിട്ട്, ആ ക്വാളിറ്റി നോക്കിയിട്ടാണ്. നിങ്ങൾ 64 പിളർന്നു കഴിഞ്ഞപ്പോഴുള്ള മുദ്രാവാക്യം നോക്കിയാൽ മതി. ഈ EMS CPM വിളിച്ച മുദ്രാവാക്യം, CPI വിളിച്ച മുദ്രാവാക്യം നോക്കുക. CPI വിളിച്ച മുദ്രാവാക്യം അടിക്കടി, ഇടിക്കിടി, എടത്തനെ, എടുത്തിടി. അച്യുതമേനോൻ നയിക്കുന്ന CPI വിളിച്ച മുദ്രാവാക്യമാണ് അടിക്കടി, ഇടിക്കിടി, എടത്തനെ, എടുത്തിടി. ഇപ്പുറത്തുനിന്ന് വിളിച്ചതോ ടാർഗറ്റ് ചെയ്ത ആരെയാണ്? ചേലാട്ട് അച്യുതൻ കമ്മ്യൂണിസ്റ്റാണോ? അല്ലേ കമ്മ്യൂണിസ്റ്റ് അല്ലേ? കാരണം അവർക്കറിയാം ഈ മുദ്രാവാക്യം ഇടിക്കിടി, എടത്തനെ, എടുത്തിടിക്കട എന്ന് പറയുന്ന അപ്പുറത്ത് ചേലാട്ട് അച്യുതനാണ്. അതുകൊണ്ട് ചേലാട്ട് അച്യുതൻ കമ്മ്യൂണിസ്റ്റാണോ? അല്ലേ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഇവർ വിളിച്ചു. 1964. ഇതൊക്കെ വായിച്ച, കേട്ട, അനുഭവിച്ച ഞാൻ അച്യുതമേനോൻ ദിവ്യനാണ്. എങ്ങനെ ചോദിച്ചാൽ അടിയന്തരാവസ്ഥ കാലമായിരുന്നു അച്യുതൻ. 75 ആയപ്പോൾ അടിയന്തരാവസ്ഥ കാലമായി.
പിന്നെ ഒരു ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോഴും പറയുന്ന അച്യുതമേനോൻ പാവം കരുണാകരനാണ് എല്ലാം ചെയ്തത്. ശരി, ഇതിൽ അങ്കമാലിയിൽ നടന്ന ഒരു അറസ്റ്റും പ്രശ്നമൊക്കെയാണ്. അച്യുതമേനോൻ പറയുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. KC എബ്രഹാം എന്നെ 2 ദിവസം മുമ്പ് ഫോണിൽ വിളിച്ച് സംഗതി പറഞ്ഞു. ഞാൻ എറണാകുളം DSPയോട് വിവരം അന്വേഷിക്കുകയുണ്ടായി. ഇതിൽ പറയുന്നത് പോലുള്ള അക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. 6 പേരെ അറസ്റ്റ് ചെയ്തത് ശരിയാണ്, അതിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. KC എബ്രഹാമിൻ്റെ മറുപടി: സാർ, അറസ്റ്റ് ചെയ്ത ആളുകളെ ആലുവ വെച്ച് ഞാൻ കാണുകയുണ്ടായി. ഡോക്ടർ അവരെ പരിശോധിക്കുകയും മർദ്ദനം ഏറ്റിട്ടുള്ളതായി എന്നോട് പറയുകയും ചെയ്തു. മർദ്ദനത്തിൻ്റെ പാടുകൾ ഞാനും കണ്ടു. മർദ്ദനത്തിന് വിധേയരായവരെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഡോക്ടർ പരിശോധിച്ച് മരുന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ട് കണ്ട കാര്യം ഇവിടെ പറയുമ്പോൾ അത് വാസ്തവമല്ല എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. അങ്കമാലിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ പ്രക്ഷോഭണം വളരെ ശക്തിയായി നടക്കുന്ന ഒരവസരമാണ്. അതിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മദ്യവർജന പ്രക്ഷോഭണത്തിൽ പങ്കെടുത്തു എന്നും പനങ്കുല ചെത്തിയെന്നും പറഞ്ഞ് കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്ത ഒരു നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അന്ന് 2 സമരമാണ്. ഒന്ന് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലിന് ചൊല്ലിയുള്ള സമരം. ഇതുമായിട്ടൊരു ബന്ധവുമില്ലാതെ നേരത്തെ തുടങ്ങിയ മദ്യവർജന പ്രക്ഷോഭം അത് കുറ്റകരമാണെന്നാണ് EMS സർക്കാരിൻ്റെ തീരുമാനം. അതായത് കള്ളുഷാപ്പിന് മുമ്പിൽ പിക്കറ്റ് ചെയ്യുക, പിടിക്കുക, ഇത് കുറ്റമാണ്, ഇത് ചെയ്തുകൂടാ. ഇപ്പോൾ നമ്മൾ സുധീരൻ KCBC ഒക്കെ നടത്തിയില്ലേ മദ്യവർജന സമരം. ആരെങ്കിലും ആ സമരം തെറ്റാണെന്ന് പറഞ്ഞോ? ഇല്ല. ഡിമാൻഡ് അംഗീകരിച്ചോ ഇല്ലെന്നുള്ളത് നടക്കുന്ന സമരമാണ്. നമ്മൾ മന്മഥൻ സാറ്, G. കുമാരപിള്ള സാറ്, സുഗതകുമാരി, ഇവരൊക്കെ മദ്യത്തിനെതിരെ സമരം. അന്ന് അക്കാലത്ത് അത് കുറ്റമായിരുന്നു, കുറ്റമാണെന്ന് ഇവർ തീരുമാനിച്ചു. അവരെ അറസ്റ്റ് ചെയ്തു EMS. അതിനകത്ത് വേറെയും പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഈ പനങ്കുല ചെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ള് ചെത്തുന്നത് പനങ്കൊല വെട്ടി അതിൽ നിന്നാണല്ലോ കള്ള് വരുന്നത്. ഈ പനങ്കൊല തന്നെ അടിയെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളി ചെത്താൻ പറ്റില്ല. അതാണ് ഈ പനങ്കൊല ചെത്തുക. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, KC എബ്രഹാം, പനങ്കുല വെട്ടുന്നത് ന്യായരഹിതമാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ആ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തവരെ മർദ്ദിക്കുന്നത് ന്യായമാണോ? അറസ്റ്റ് ചെയ്തവരെ പോലീസ് ചെറ്റക്കുടിലിൽ കയറി 87 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെ ചവിട്ടി അവശതയാക്കുകയും ചെയ്തു. ഇതാണ് ഇതിനകത്തെ ഹൈലൈറ്റ്. 87 ദിവസം എന്ന് വെച്ചാൽ 3 മാസം തികഞ്ഞിട്ടില്ല കുഞ്ഞിനെ. ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഇവരുടെ കുടിലേക്ക് കയറുന്നു, ആ കുട്ടിയെയും ചവിട്ടുന്നു. ഇപ്പോൾ കേരളത്തിൽ മുടിയിൽ ചവിട്ടി, മുടിക്ക് പിടിച്ചു വലിച്ചു, കൈക്ക് പിടിച്ചു വലിച്ചു, ലാത്തി കൊണ്ട് തലയുടെ പുറകിലടിച്ചു. ഇതെല്ലാം ചെറുപ്പക്കാരെയാണ്. 3 മാസം പ്രായമുള്ള കുട്ടിയെ പോലീസ് ചവിട്ടുമോ ഇന്ന് കേരളത്തിൽ? പിണറായി വിജയൻ്റെ പോലീസ് കഴിഞ്ഞ 2016 മുതൽ പിണറായി വിജയൻ ഭരിക്കുന്നു. ഏതെങ്കിലും ഒരു പോലീസുകാരൻ 3 മാസം പ്രായമുള്ള കുട്ടിയെ ചവിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ചവിട്ടിയ പോലീസിൻ്റെ തലപ്പത്തിരുന്ന ആളാണ് അച്യുതമേനോൻ EMS. ഈ സമയത്ത് EMS നിയമസഭയിലുണ്ട്, ഒരു അക്ഷരം മിണ്ടാതിരിക്കുക. അച്യുതമേനോനാണ് മറുപടി പറയുന്നത്. പിണറായി എത്ര ഭേദം. അച്യുതമേനോൻ്റെ മറുപടി നോക്ക്. സാർ, ഈ കാര്യത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞതൊന്നും ശരിയൊന്നുമല്ല. ഇത് അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പൊന്നര ശ്രീധർ പറയുന്നു, ഇത് പറയുന്നുണ്ട്, പക്ഷേ ഇത്തരം പരാതികൾ ഇനിയും ഉണ്ടാകാനിടയുണ്ടെന്ന് ഗവൺമെൻറ്റിന് അറിയാം. അതെ, ഇത് അച്യുതമേനോൻ പറയുകയാണ്. പൊന്നര ശ്രീധരൻ ചൊറിഞ്ഞു, അങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകാതെ ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാം. ഇപ്പോൾ CA മാത്യു എന്ന MLA ചോദിക്കുന്നു, ഇനിയും ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകുമെന്നറിയാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. അച്യുതമേനോൻ്റെ മറുപടി ക്ലാസ് മറുപടിയാണ്. നല്ല മലയാളത്തിലാണ് പറഞ്ഞത്. അർത്ഥം ഗ്രഹിക്കാൻ എല്ലാവർക്കും സാധിക്കുമെന്നാണ് തോന്നുന്നത്. CA മാത്യു വീണ്ടും, പോലീസ് മന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും ഇങ്ങനെയുള്ള പരാതികൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ മലയാളത്തിലാണോ സംസ്കൃതത്തിലാണോ സംസാരിച്ചതെന്ന് പറയാതെ കാര്യം വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ കൂടെയുള്ള MLA-മാരെയും പ്രതിപക്ഷത്തെ ആൾക്കാരെയും ഒക്കെ ഊശിയാക്കുന്ന മറുപടി. EMS പറഞ്ഞൊന്നുമില്ല, സൗകര്യം ഉണ്ടെങ്കിൽ വായിക്കാം, വേണമെങ്കിൽ വായിച്ചോ. അച്യുതമേനോൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് പറഞ്ഞു, മലയാളത്തിലാണ് പറഞ്ഞത്, മനസ്സിലാകുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ നിയമസഭയിൽ 87 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ചവിട്ടിയ സർക്കാർ. അത്രയും കുറ്റം ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക്
ഞാൻ പിണറായി വിജയനെ വെള്ളപൂശെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ EMS ദിവ്യനാക്കുന്നു. അധമനായ ഒരു മനുഷ്യനെ, അധമനായ EMSനെ, അധമനായിരുന്ന അച്യുതമേനോനെ പിന്നീട് മഹാനായി കാണും. അതെനിക്ക് നോക്കേണ്ട കാര്യമില്ല. അതും അടിയന്തരാവസ്ഥയുടെ തണലിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അച്യുതമേനോൻ പേരെടുത്തത് അടിയന്തരാവസ്ഥയുടെ തണലിലായിരുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല. വ്യവസായം കൊണ്ടുവന്നു, അത് ചെയ്തു, ഇത് ചെയ്തു, മലമറിച്ചു എന്നൊക്കെ പറയുന്നത്. പക്ഷേ പിന്നീട് മാന്യമായിട്ട് സംസാരിക്കുമായിരുന്നു. അച്യുതമേനോൻ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു ഞാൻ പഠിക്കുമ്പോൾ പ്രസംഗിക്കാനായിട്ട്. അപ്പം അന്ന് ആര് വന്നാലും എന്തെങ്കിലും ഒരു പഴുത് കണ്ടിട്ട് ഞങ്ങൾ കൂവും. അപ്പോൾ അച്യുതമേനോൻ പറഞ്ഞു, ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഞാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ കൂവോ കുറുക്ക് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാവുള്ളൂ. ഞാൻ പറയുന്നത് ശാന്തമായിട്ട് കേൾക്കണം. കോളേജ് പിള്ളേരാണ് അച്യുതമേനോനും. ഞങ്ങൾ കൂവാനൊരു അവസരം നോക്കിയിരുന്നു. ആ അവസരം തന്നില്ല അച്യുതമേനോൻ. അത്രയ്ക്ക് ഡീസൻ്റായിട്ട് പിള്ളേരെ ഒരു രീതിയിലും പ്രകോപിപ്പിക്കാത്ത രീതിയിൽ പ്രസംഗിച്ചിട്ട് പോയി. അതൊക്കെ അച്യുതമേനോൻ്റെ ഒരു സാമർഥ്യമാണ്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ മഹത്വമൊന്നും അച്യുതമേനോനില്ല. അതിന് ശേഷമാണ് ഞാൻ ഈ വെടിവെപ്പിൻ്റെ കാര്യം പറയുന്നത്. വെടിവെപ്പിലേക്ക് നയിച്ച സ്ഥിതി എന്തായിരുന്നു? ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് നോട്ടീസ് അയക്കും, സമ്മൻസ് അയക്കും. കോടതിയാണ് സെല്ലുകൾ. അന്ന് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളായിരുന്നു. ചാത്തൻതറ ജൂൺ 24 ഉലഹന്നാൻ മാണി, ഉലഹന്നാൻ ജോൺ എന്നിവർ ചാത്തൻതറ കമ്മ്യൂണിസ്റ്റ് സെൽ സെക്രട്ടറി സഖാവ് OM കുഞ്ഞുചെറുക്കൻ അയച്ച നോട്ടീസ്. പത്തനംതിട്ട താലൂക്കിൽ റാന്നി പകുതിയിൽ കുന്നുംമുറി ഇടത്തിക്കാവിൽ എക്സ്ചേഞ്ചായി അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് പുതുതായി കൃഷിക്ക് വന്നിട്ടുള്ള കുഞ്ഞുലോനപ്പൻ എന്ന് വിളിച്ചു വരുന്ന ആളിൻ്റെ മക്കൾ ഉലഹന്നാൻ മാണി, ഉലഹന്നാൻ ജോൺ എന്നിവരെ തെരിയപ്പെടുത്തുന്ന നോട്ടീസ്. നിങ്ങളെ പ്രതിയാക്കി T സ്ഥലത്ത് താമസം വെച്ച് കുന്നേൽ മർക്കോസ് വർക്കി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാത്തൻതറ സെല്ലിലേക്ക് തന്നിട്ടുള്ള കേസ് ഇന്നേ ദിവസം 8/7/1957 തിങ്കളാഴ്ച 4 മണിക്ക് തീർക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നതിനാൽ കൃത്യസമയം ചാത്തൻതറ കവലയിലുള്ള ഇലക്ഷൻ ഓഫീസിൽ വന്നു ചേരണമെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് സെല്ല് സെക്രട്ടറി സഖാവ് OM കുഞ്ഞുചെറുക്കൻ ഒപ്പ്. കോടതിയിൽ നിന്ന് വരുന്ന നോട്ടീസാണ്. ഇങ്ങനൊരു നോട്ടീസ് ഇപ്പോൾ പിണറായിയുടെ കാലത്ത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സമ്മൻസ് ഇല്ല. അടുത്തത് പട്ടണക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ നിന്ന് അയച്ച ഒരു സമ്മൻസിൻ്റെ പകർപ്പ്. മുൻ നിശ്ചയപ്രകാരം മണക്കാരൻ ചാത്തുവിന് സിദ്ധിച്ച കുഴിക്കാണം തീരാധാരപ്രകാരമുള്ള 2 ഏക്കർ 21 സെൻറ്റ് സ്ഥലം അളവ് ചെയ്ത് നിങ്ങളും കുഞ്ഞിരാമനുമായുള്ള അതിർത്തി തർക്കങ്ങൾ തീർപ്പാൻ 14/7/1957 നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ വിസ്തീർണത്തെപ്പറ്റി വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ശരിയായ രേഖകളോടുകൂടി അളവ് ചെയ്യാൻ നിങ്ങൾ സഹകരിക്കേണ്ടതാണ്. അളവ് ചെയ്യുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആ ദിവസം അളവ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന പക്ഷം വിവരം നിങ്ങളെ ധരിപ്പിക്കുന്നതാണ് എന്ന് OV ചാത്തൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ്, പട്ടണക്കാട്. ഇങ്ങനൊരു സമൻസ് പട്ടണക്കാട് ഇപ്പോൾ ഉള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് അയക്കാൻ ധൈര്യം ഉണ്ടാവുക? അയച്ചാൽ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? ഇത് പോയില്ലെങ്കിൽ തല്ല് കിട്ടും. അല്ല, അക്കാലത്ത് കോടതിയൊന്നും ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ? കോടതിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ പരാതി ഉണ്ടെങ്കിൽ സുനിൽ ഈ സെല്ല് സെക്രട്ടറിക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഇങ്ങനെയാണ് TG മോഹൻദാസ് പ്രതിപക്ഷമില്ലായിരുന്നു. പ്രതിപക്ഷം ഇത് ബഹളം വെച്ചുകൊണ്ട് നടക്കുന്നു. ഇപ്പോൾ VD സതീശനൊക്കെ നടക്കുന്ന പോലെ ഇങ്ങനെ ഒരു കേരളം ഉണ്ടായിരുന്നു എന്ന് ഈ കാലത്ത് ആർക്കും അറിയില്ല. EMS മാന്യനല്ലേ, ദിവ്യനല്ലേ, MT വാസുദേവൻ നായരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, പിന്നെന്ത് വേണം? MTക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ? അറിയാവുന്നതാണ്. അപ്പോൾ MT കളവ് പറയാം. ഈ സമയത്ത് എന്നെക്കാൾ 10-20 വയസ്സ് കൂടുതലായ MTക്ക് അങ്ങനെയൊക്കെ ഒന്നും അറിയാത്തതാണോ? ഈ കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസിനോടൊന്ന് ചെയ്തത് അങ്കമാലിയിൽ ജൂൺ 12-നാണ് 1959. അങ്കമാലി 1 മാസത്തോളമായി നടന്നു വന്നിരുന്നതാണ്. അന്നും ഇന്നും അത് തന്നെ ഉദ്ദേശസാധ്യത്തിന് ഉപയോഗിക്കാൻ നിശ്ചയിച്ചു. അതിനോടനുബന്ധിച്ചുണ്ടായ ജാഥയുടെ നേരെ അന്ന് രാത്രി പോലീസ് വെടിവെച്ചു. 30-ലധികം പേർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. 5 പേർ തൽക്ഷണം മരിച്ചു, 2 പേർ പിന്നീട് ആശുപത്രിയിൽ വെച്ചു. 7 പേര് മരിച്ചു, 30 പേര് പരിക്ക്. ഇതെന്താ സംഭവം എന്നറിയാമോ? ഇതും മധുവർജന പ്രക്ഷോഭം. അന്ന് മദ്യവർജനത്തിന് മധുവർജനം എന്നും പറയും. മധുവർജനം അങ്കമാലിയിൽ അവരുടെ പ്രക്ഷോഭം. ഷാപ്പിന് മുമ്പ് ഒരു സത്യാഗ്രഹം. ഇതാണ് പ്രക്ഷോഭം, വേറെ തടസ്സപ്പെടുത്തലൊന്നുമില്ല.
ഷാപ്പിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുഞ്ഞിരാമനെ ഇവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾ കളിയാക്കി. അയാൾ ഇച്ചിരി പിടിപ്പിച്ചൊക്കെ വരികയാണ്. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ സ്റ്റേഷനിൽ പോയി പറഞ്ഞു. അവരവിടെ ഇരുന്നിട്ട് എന്നെ പരിഹസിച്ചു വരുന്നു. പോലീസ് വന്നു, ഇയാളെ പിടിച്ചുകൊണ്ട് പോയി. പുറകെ മധുവർജനക്കാരും എല്ലാവരും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി വാക്കേറ്റമായി. ഇപ്പം നടക്കുന്ന പോലെ തന്നെ അയാൾ പാവമാണ്, ഇറക്കി ശരി ഒന്ന് കലയൊക്കെ തന്നെ എന്താ അയാളെ ഇറക്കി വിടുന്നൊക്കെ പറഞ്ഞു. ഇത് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാമെന്നൊന്നും പറഞ്ഞ് രാത്രിയായി, ഇവർ വിടുകയില്ല ആളിനെ. രാത്രി 9:45 കഴിഞ്ഞപ്പോൾ ആൾ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ കൂടി വന്നു. 12,000 പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരുടെ നേർക്കാണ് പോലീസ് വെടിവെച്ചത്. 5 പേര് സ്പോട്ടിൽ മരിച്ചു, 2 പേര് ആശുപത്രിയിൽ മരിച്ചു, 30 പേർക്ക് പരിക്ക് പറ്റി. ഇങ്ങനെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ആൾ കൂടിയിട്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. ആ സ്റ്റേഷൻ്റെ അവിടെ ഭീകരമായിട്ട് ആൾ കൂടിയില്ലേ, കൊണ്ടുപോകാൻ സമ്മതിക്കില്ല, മാറണമെന്നൊക്കെ ഇവർ പിടിച്ചു മാറ്റിയിട്ടാണ് മെല്ലെ ജീപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് വെടിവെപ്പ് നടത്തിയ ആളാണ് EMS. വിഴിഞ്ഞത്ത് പോലും പിണറായിയുടെ പോലീസ് വെടിവെച്ചില്ല. എന്നിട്ടും ആൾക്കാർ പറയുന്നത് EMS എത്ര മഹാനായിരുന്നു, എത്ര നല്ല കാലമായിരുന്നു, ആ കമ്മ്യൂണിസം ഇന്ന് എവിടെ, പിണറായി വിജയൻ എല്ലാം കൂടെ നശിപ്പിച്ചില്ല. അവർ ശകലം ഭേദപ്പെടുത്തിയിട്ടേ ഉള്ളൂ, പെണ്ണ് കേസ് ഒഴിച്ച്. പിന്നെ അതിലേക്ക് ഞാൻ കടക്കുന്നു, ഞാൻ അത് നിർത്തി, അതിനെപ്പറ്റി ഞാൻ പറയില്ല. TG ഇതിനിടയ്ക്ക് ഞാൻ ഒരു തവണ പിണറായി എത്ര ഭേദമെന്ന് പറഞ്ഞു, TG കേട്ടില്ല. എൻ്റെ മനസ്സും മാറി. അല്ലേ, മനസ്സൊന്നും മാറുമൊന്നും വേണ്ട. പക്ഷേ ഈ ചരിത്രം നമ്മൾ വിസ്മരിച്ച് ഇത് ചെയ്യരുത്. അങ്കമാലി വെടിവെപ്പിൻ്റെ 3-ാം ദിവസം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 2 സ്ഥലത്ത് അത് ആവർത്തിക്കപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 13 മൈൽ അകലെയുള്ള പുല്ലുവിളയിൽ ഉച്ചയ്ക്ക് 12 മണിയോടടുത്തും നഗരാതിലുള്ള വെട്ടുകാട്ട് 3:30 മണിയോടടുത്തും. പുല്ലുവിള 2 പേരും വെട്ടുകാട്ട് 3 പേരും മരിച്ചു. എന്തിന്? ലത്തീൻ കത്തോലിക്കരെ തിരഞ്ഞുപിടിച്ച് കൊല്ലുകയായിരുന്നു. ലത്തീൻ കത്തോലിക്കരാണ് ഈ EMS സർക്കാരിന് ഏറ്റവും അധികം എതിര് നിൽക്കുന്ന ടീം. അതുകൊണ്ട് അവിടെ നൈറ്റ് പട്രോളിങ്, വാച്ചിങ്, അത് ഇത് എന്നൊക്കെ പറയുക, എന്തെങ്കിലും ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ വെടിവെക്കുക. അങ്ങനെ വെടിവെച്ച് പിന്നെ ഉള്ള വെടിവെപ്പ് ചെറിയ തുറയിലായിരുന്നു. ഈ അറുകൊലയുടെ രംഗം പുല്ലുവിളയും വെട്ടുകാടും പോലെ തന്നെ മത്സ്യത്തൊഴിലാളിയായ കത്തോലിക്കർ അധിവസിക്കുന്ന മറ്റൊരു കടൽ പ്രദേശമായ ചെറിയ തുറയായിരുന്നു. പാഞ്ഞു വരുന്ന പോലീസുകാരെ കണ്ട് സ്ത്രീകളും കുട്ടികളും നിലവിളിച്ചുകൊണ്ട് നാലുപാടും ഓടിത്തുടങ്ങി. പോലീസുകാർ അവരെ ലക്ഷ്യമാക്കി വെടിവെച്ചുകൊണ്ട് പിന്തുടർന്നു. 5 കുഞ്ഞുങ്ങളുടെ മാതാവും ഗർഭിണിയുമായ ഫ്ലോറി മറ്റ് 1-2 സ്ത്രീകളോടുകൂടി ഒരു കിണറ്റിൻ്റെ സമീപത്ത് അവളുടെ ഇളയ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ നിർഭാഗ്യവതി വെടിയേറ്റ് മരിച്ചു. അങ്കമാലിയിലെ കല്ലറയുടെ കഥ. ഇത് ഫ്ലോറി എന്ന ഗർഭിണിയെ തെക്കൊരു ദേശത്ത് ഭർത്താവില്ല നേരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ. ഈ ഗർഭിണി അതിൻ്റെ മൂത്ത കൊച്ചിന് മുല കൊടുത്തുകൊണ്ട് ഈ കിണറ്റിൻ്റെ മറവിലോ അവിടെ ഇവിടെ കടപ്പുറമാണല്ലോ, അവർക്കൊരു മറയോ സംഗതി ചെറിയ തുറ വെടിവെപ്പ് അല്ലേ, ചെറിയതുറ. ഇത് കൂടാതെ എത്ര വെടിവെപ്പുകൾ. അതിലൊന്നാണ് ഈ ചന്ദനത്തോപ്പ് എന്ന് പറയുന്നത്. ചന്ദനത്തോപ്പ് കാഷ്യൂ ഫാക്ടറി സമരം. ഈ പറഞ്ഞ ശമ്പളം കൂടുതൽ കിട്ടണം, അലവൻസ് കിട്ടണം, ജോലി സമയം കുറയ്ക്കണം, ഇങ്ങനെ പല ഡിമാൻഡൊക്കെ ആയിരുന്നു. ഫാക്ടറി ഷട്ട് ഡൗൺ ചെയ്തു, ലോക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രവൃത്തിയില്ല. തൊഴിലാളികൾ പുറത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കും, ദിവസവും വഴിപാട് പോലെ മുദ്രാവാക്യം വിളിക്കും, വൈകുന്നേരം ആകുമ്പോൾ പോകും. ഇങ്ങേരെന്ത് ചെയ്തു? ഫാക്ടറി ഉടമസ്ഥൻ ഇങ്ങേര് വേറെ ആളെ വെച്ചിട്ട് സൂത്രത്തിന് കശുവണ്ടി അകത്തേക്ക് കൊണ്ടുപോയിട്ട് തൊണ്ണൂറ് ആക്ടിവിറ്റി നടക്കുന്നു, പക്ഷേ കടലാസിൽ ലോക്കൗട്ടിലാണ്. ഭീകരമായ മുദ്രാവാക്യം. അവരെ പിരിച്ചുവിടാനായിട്ട് പോലീസ്. പിരിച്ചുവിടാൻ EMSൻ്റെ കയ്യിൽ ഒരേ ഒരു യന്ത്രമേ ഉള്ളത്, തോക്കാണ്. വെടിവെച്ചു, 2 പേര് മരിച്ചു. മൂന്നാറിൽ തൊഴിൽ സമരം. ഈ തൊഴിലാളിക്ക് നേരെ വെടിവെക്കരുത്, തൊഴിലാളി വർഗം എന്നൊക്കെ പറഞ്ഞ അധികാരത്തിൽ വന്ന ആളാണ്. മൂന്നാറിൽ ഇതുപോലെ തേയിലത്തോട്ടത്തിൽ വഴക്കുണ്ടായി കഴിഞ്ഞപ്പോൾ വെടിവെച്ചു, അവിടെയും 2 പേര് മരിച്ചു. എത്ര പേര് മരിച്ചു അന്ന്? ഞാനിത് കേട്ടിട്ട് ഇത് വെറും 2 വർഷമാണ്. 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 പിരിച്ചുവിടുന്ന അന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഓൾ ഇന്ത്യ റേഡിയോയിൽ വാർത്ത വരുന്നത്. ഈ പീരീഡിനുള്ളിൽ കഷ്ടിച്ച് 2 വർഷത്തിനുള്ളിലാണ് ഇത്രയധികം വെടിവെപ്പുകൾ. എന്നിട്ട് ഇപ്പോൾ 10 വർഷമാകുന്നു. അതിൻ്റെ 7 വർഷം കഴിഞ്ഞു. അതിൻ്റെ കണക്ക് ഞാൻ പറയാമല്ലോ. ഇപ്പോൾ
വെടിവെപ്പുകളും ലാത്തിച്ചാർജുകളും കൂട്ടയറസ്റ്റുകളും സംഘടിതമായ ഗുണ്ടാ ആക്രമണങ്ങളും ഇതിനിടയ്ക്ക് അജിപ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടുണ്ടാക്കിയിരുന്നു. അജിറ്റേഷനും പ്രൊപ്പഗാൻഡയും ചേർന്നതാണ് അജിപ്രോപ്പ്. അത് സോവിയറ്റ് യൂണിയനിലുണ്ടായത്. ഇങ്ങനെ ഗുണ്ടാസംഘം, ഈ ഗുണ്ടാസംഘത്തെ ഉണ്ടാക്കിയത് തന്നെ EMS അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്യുന്നത് ജയിലിൽ നിന്ന് ആളുകൾക്ക് ശിക്ഷ ഇളവ്. ഇപ്പോൾ ആൾക്കാർ മരിക്കുന്നില്ലേ, ബിൽക്കീസ് ബാനുവിൻ്റെ 11 പേരെ വിട്ടു, ഇവിടെ 110 പേരെ വിട്ടു, എല്ലാത്തിനെയും തുറന്നു വിട്ടവരെ മുഴുവൻ പാർട്ടിയിൽ ചേർത്തു, എന്നിട്ടൊരു സേന ഉണ്ടാക്കി. അതാണ് ക്രിമിനൽസ്. അതിൽ പാർട്ടിക്കാരുമുണ്ട് അല്ലാത്തവരുമുണ്ട്. ഇവരെല്ലാം ജയിലിലായിരുന്നു. അവരെ തുറന്നു വിട്ട് അവരുടെ ഒരു സേനയുണ്ടാക്കി. അവർക്ക് ബുദ്ധിജീവികളുടെ പിന്തുണ, പ്രൊപ്പഗാൻഡ വേണമല്ല. ഇപ്പോഴത്തെ ഈ സുനിൽ പീളയുടെ ഒക്കെ ചെയ്യുന്ന പോലെ സകല പൗകൃത്തരത്തിനും കൂട്ടുനിൽക്കുന്ന, അതിന് ബൗദ്ധികമായ ഭാഷ്യം ചമയ്ക്കുന്ന ആൾക്കാർ, ഇത് രണ്ടും ചേർന്നതാണ് അജിപ്രോപ്പ്. ഈ അജിപ്രോപ്പിൻ്റെ കൊലപാതകങ്ങൾ വേറെ. ഞാനിതിൽ പോലീസ് വെടിവെപ്പ് മാത്രം, EMS ഭരണത്തിലിരുന്നപ്പോൾ മാന്യനാണോ എന്നുള്ള ചോദ്യം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ. ഭരണത്തിന് അപ്പുറത്ത് പാർട്ടി ചെയ്ത തെമ്മാടിത്തരങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇൻ്റർവ്യൂ തീർക്കാൻ പറ്റില്ല. ബട്ട് ആ നമ്പർ ഞാൻ പറയാം. ഒരാഴ്ച കൊണ്ട് ജയിലുകളിൽ സ്ഥലമില്ലാതായി. ആകെ 1,49,341 പേരെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ. കേരളം ആകെ ഒരു ജയിലായ പോലെ ഉണ്ട്. അതെ, അതായത് ഒരു ദിവസം ശരാശരി 3058 പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. മൊത്തം ജനസംഖ്യയുടെ 101 എന്ന് എഴുതി കഴിഞ്ഞാൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾ അറസ്റ്റിലാണ്, ഒരാൾ ജയിലിലാണ്. തിരുവിതാംകൂർ ഇവിടെ കേരളത്തിലെ ജനസംഖ്യയിൽ ഇതായിരുന്നു EMSൻ്റെ. ഈ 10 വർഷം പൂർത്തിയാക്കി ഈ EMSനെ ഇത്രയധികം മഹത്വവരിക്കുകയും ഇദ്ദേഹം വ്യക്തിപൂജയ്ക്ക് വിധേയനല്ല എന്ന് പറയും, എന്തോ ദിവ്യനാണെന്ന് പറയുകയും പിണറായി വിജയൻ തല്ലിപ്പൊളിയും കൊള്ളില്ലാത്തവൻ തെമ്മാടിയാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിണറായി വിജയൻ ഈ പറഞ്ഞ പ്രവൃത്തിയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് ദിവ്യനാകുകയുള്ളൂ. അതാണ് എൻ്റെ ചോദ്യം. ഇന്ന് പിണറായി വിജയന് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് ഞാനത് പറയാൻ പറ്റുന്നതാണ്. കാരണം ഈ സിറ്റുവേഷൻസ് മാറി. പിണറായിക്ക് ചെയ്യാൻ അറിഞ്ഞുകൂടായിട്ടില്ല. അതാണ് അയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഈ ഞാൻ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിക്കുന്നവനല്ല, ഊരിയ വാളുണ്ട് നിനക്ക് കൂടെ നടന്നവനാണെന്നൊക്കെ പറയുന്നത് വെച്ചാൽ എൻ്റെ പാരമ്പര്യം EMSൻ്റെ അച്ഛനൻ്റെയും പാരമ്പര്യം, രണ്ടുപേരുടെ ഐഡിയോളജി ഒന്നാണ്, ഒരേ പാർട്ടിയാണ്, റെഫറൻസ് ഒന്ന് തന്നെയാണ്. ഈ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നത്. പിണറായി ചെയ്യാത്തത് നമ്മളോട് ഔദാര്യം കൊണ്ടൊന്നുമല്ലല്ലോ, ഒന്നുമല്ല, നിവൃത്തിയില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ മാറി, അക്കൗണ്ടബിലിറ്റി കൂടി, പിന്നെ എന്താണ് കൂടുതൽ മീഡിയ. ഒരു ആർഗ്യുമെൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ ഇത്രയധികം പേരെ പച്ചയ്ക്ക് വെടിവെച്ച് കൊന്ന ഒരാൾ മാന്യനാകുകയും, വെടിയൊന്നും വെച്ചില്ല, കുറേ ദ്രോഹിച്ചു, അടിച്ചു, പിടിച്ചു, കുറേ കേന്ദ്ര ഫണ്ട് കിട്ടാൻ കുറേ മാവോയിസ്റ്റുകളെ കൊന്നു, പോലീസുകാർ സ്ത്രീകളെ ഉപദ്രവിച്ചു, പെൺകുട്ടികൾ, സമരം ചെയ്യുന്ന പെൺകുട്ടികൾ മുടിക്ക് കുത്തിപ്പിടിച്ചു അല്ലെങ്കിൽ ചവിട്ടിപ്പിടിച്ചു. 3 മാസം പ്രായമുള്ള കൊച്ചിനെ ചവിട്ടിയൊന്നുമില്ലല്ലോ. അല്ല, പിണറായിയുടെ 3 മാസം തികഞ്ഞില്ല, 87 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ചവിട്ടുക എന്ന് പറഞ്ഞ കാലത്ത് അത്ര വലിയ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറയാനുള്ള ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പിണറായിയുടെ പോലീസ് വളരെ ക്രൗര്യത്തോടെയാണ് പെരുമാറുന്ന അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ക്രൗര്യം EMSൻ്റെ കാലത്തെ പോലീസിൻ്റെ ക്രൗര്യവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തീരെ ചെറുതായി. അല്ല, പിണറായിയുടെ കാലത്ത് ഈ അട്രോസിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഓർഗനൈസ്ഡോ പ്ലാൻഡോ അല്ല, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ ഈ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ വന്നടിച്ചു, അതൊരു നിർദ്ദേശത്തിൻ്റെയോ പ്ലാനിൻ്റെ ഒന്നും ഭാഗമല്ല. അത് വൈപ്പിനിലൊരു ശ്രീജിത്തിനെ ആൾ മാറി തല്ലിക്കും. അതിന് ഒരു വ്യത്യാസമുണ്ട്. അന്നത്തേക്കാൾ പൊളിറ്റിസൈസ്ഡായ പോലീസാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് പോലീസിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. അത് വലിയ തന്ത്രമായിരുന്നു. ഈ പോലീസ് സേനയിൽ EMSന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശ്രീനിവാസ് അയ്യർ തലപ്പത്ത് വരണം. പക്ഷേ സീനിയോറിറ്റി അനുസരിച്ച് വരുന്നത് ഒരു കൃഷ്ണമേനോനാണ്. കൃഷ്ണമേനോൻ ഇവർക്ക് വഴങ്ങുന്ന ആളല്ല. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് പരിഷ്കരണത്തിന് ഒരു കമ്മീഷൻ വെച്ചു. എന്നിട്ട് അതിൻ്റെ അഡീഷണൽ ചാർജ് കൂടെ കൃഷ്ണമേനോന് കൊടുത്തു. 2 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ രണ്ടും കൂടെ വഹിച്ചുകൊണ്ട് പോകാൻ കൃഷ്ണമേനോന് പറ്റുന്നില്ല, അതുകൊണ്ട് പോലീസ് പരിഷ്കാരത്തിൻ്റെ ചാർജ് കൃഷ്ണമേനോനും പോലീസിൻ്റെ ചാർജ് ശ്രീനിവാസ് അയ്യർക്കും. അങ്ങനെ ശ്രീനിവാസ് അയ്യരെ വെച്ചു. ഈ കുറേ പൊട്ടന്മാർ, ഞാൻ കമ്മ്യൂണിറ്റിയെ മോശമാക്കി പറയുകയില്ല, ഈ ശ്രീനിവാസ് അയ്യർ, ഈ കൃഷ്ണസ്വാമി, ഇവരൊക്കെ ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഇവരെ സഹായിക്കാനായിട്ട്. കൃഷ്ണസ്വാമി മിടുക്കനാണ് കേട്ടോ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും അന്താരാഷ്ട്ര ജേർണലുകൾ പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്ത് മിടുക്കനാണ്.
പക്ഷേ ആൾ ഇത്തരക്കാരനായിരുന്നു. പുള്ളി കുറച്ചു കാലം നമ്മുടെ രാജഗോപാലാചാര്യയുടെ സ്വതന്ത്ര പാർട്ടി അതിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് സമർത്ഥനാണ്. ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ശിവശങ്കരൻ. ടി ജി, നമ്മുടെ ഈ സംഭാഷണത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ടെങ്കിലും ആരും കണ്ടെത്തുകയും പറയുകയും ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങളാണ് ടി ജി പറയുന്നത്. ശരിക്കും സ്തംഭിച്ചു പോകുന്ന ഇൻഫർമേഷൻസ് ഡാറ്റ വെച്ച് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ പിണറായി എത്ര ഭേദമെന്ന് മൂന്നാമത് ഞാൻ ആവർത്തിക്കുകയാണ്. ഏതായാലും EMS എന്നുള്ള വിഗ്രഹത്തെ ചൂണ്ടിക്കാട്ടി മറ്റുള്ളവരെ ഇകഴ്ത്താൻ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരു ശ്രമം നടക്കുന്നുണ്ട്. EMS ഒരു വലിയ അപ്രതിരോധ്യനായ ഒരു വിഗ്രഹമായി മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, കോൺഗ്രസ്സിലെയും BJPയിലെയും സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ 57-ലെ EMS മന്ത്രിസഭ, 67-ലെ EMS മന്ത്രിസഭ, ആ സമയത്ത് നടന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്നിപ്പോൾ അൺചലഞ്ചഡായിട്ട് പോകുന്നൊരു ഫോർമുലയുണ്ട്. കേരളത്തിൽ ഭൂപരിഷ്കരണം കൊണ്ടുവന്നത് EMS CPM ആണ്, അല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും അധികം ഭൂപരിഷ്കരണം നടത്തിയത് R ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മന്ത്രിസഭയായിരുന്നു. രണ്ടാം സ്ഥാനം ഈ കോൺഗ്രസ് സപ്പോർട്ടോടുകൂടി വന്ന അച്യുതമേനോൻ സർക്കാരിനായിരുന്നു. അല്ല, ഒരു ബില്ല് കൊണ്ടുവന്ന EMS സർക്കാരല്ലേ? ബില്ല് കൊണ്ടുവന്നാൽ പോരല്ലോ, നടപ്പിലാവണ്ടേ? ബില്ല് കൊണ്ടുവന്ന് ഒരുപാട് ചർച്ച ചെയ്തു, നടപ്പിലായില്ല. ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു, നടപ്പിലായില്ല. ഇത് നിങ്ങൾ ബില്ല് കൊണ്ടുവന്ന് ഇത് നടപ്പിലാക്കിയതാരാ? ഒരു ബില്ല് കോടതിയുടെ തട്ട് മേടിക്കാതെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാവാതെ അല്ലാന്ന് അവർ ചെയ്തില്ല, പാസ്സാക്കിയില്ലല്ലോ. ഗൗരിയമ്മ ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തു, 110 തവണ ചർച്ച ചെയ്യുന്നുണ്ട്. അസംബ്ലി ഡിബേറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. കൊണ്ടുവന്നു ഇവർക്ക് ചരിത്രം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കോൺഗ്രസിന് അറിയില്ല, BJPക്കും അറിയില്ല, അറിയാൻ മെനക്കെടാറുമില്ല. കാരണം മാനസികമായിട്ട് ഇതെല്ലാം അവർക്ക് തീരെഴുതി കൊടുത്തു. നിങ്ങൾ നോക്ക്, R ശങ്കർ, പട്ടംതാണു പിള്ള, പിന്നെ അച്യുതമേനോന് കോൺഗ്രസും അച്യുതമേനോനും ചേർന്നായിരുന്നില്ല ആ മന്ത്രിസഭ. ഇവരാണ് അഗ്രേറിയൻ റിഫോംസ്. ആ റിഫോംസിനോട് ഞാൻ യോജിക്കുന്നൊന്നുമില്ല, പക്ഷേ റിഫോംസ് കൊണ്ടുവന്നത് ഇവരാണ്. CPMൻ്റെ സംഭാവന വളരെ കുറവേ ഉള്ളൂ. CPMൻ്റെ സംഭാവന കൂടുതലും എന്താണെന്നറിയാമോ? ഈ ഭൂമി പതിച്ചു കൊടുക്കുന്നതിൽ മിടുക്കന്മാരാണ്. ഇപ്പോൾ സുനിലിനറിയാമോ ഒരു ബില്ല് ഗവർണർ പിടിച്ചു വെച്ചത്? 28,000 ഏക്കർ വനഭൂമി കേന്ദ്ര സർക്കാർ റിസർവ് ചെയ്തു കേരളത്തിൻ്റെ ആവശ്യം പ്രമാണിച്ചിട്ട്. ഈ ഭൂമിയിൽ കൂടുതലും കയ്യേറിയിരിക്കുന്നത് ഈ MM മണിയും ലംബോദരനും ടീമും ഒക്കെയാണ്. അതാണ് MM മണി ഗവർണറെ നാറി എന്ന് വിളിക്കാൻ കാര്യം. ഗവർണർ അത് ഒപ്പിട്ടില്ല. അത് സുപ്രീം കോടതിയിൽ ഇവർ ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവർണർ സേഫായിട്ടത് പ്രസിഡൻറ്റിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. സുപ്രീം കോടതിക്ക് തൊടാൻ പറ്റില്ല. കാരണം പ്രസിഡൻറ്റിനോട് ഇത്ര ദിവസം ഒപ്പിടണമെന്ന് പറയാൻ സുപ്രീം കോടതിക്ക് പറ്റില്ല. പക്ഷേ സാധനം എന്താ? ഇത് ഭൂമി പതിച്ചു കൊടുക്കലാണ്. ഇങ്ങനെ ഇവർ ഭൂമി പതിച്ചു കൊടുത്ത് ചോദിക്കുന്നതൊക്കെ കൊടുത്തു. കയ്യേറി ഇവർ അധികാരത്തിൽ വന്നപ്പോൾ എന്താണെന്നറിയാമോ? ഏപ്രിൽ 5-ന് ഇവർ അധികാരത്തിൽ വന്നു. 5-ന് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ മുതൽ ഓവർ ബ്രിഡ്ജ് വരെ പല സ്ഥലത്ത് ഇവർ കുടിൽ കെട്ടി. കണ്ണായ പല സ്ഥലങ്ങളും കയ്യേറി. ഇതിങ്ങനെ പ്രശ്നമായി കഴിയുമ്പോൾ പുറമ്പോക്ക് കയ്യേറിക്കൊണ്ടിരിക്കുക നാടെന്ന്. അപ്പം പിന്നെ എന്ത് ചെയ്തു? കോൺഗ്രസ്സുകാരും PSPക്കാരും, അന്ന് പ്രതിപക്ഷം പ്രധാനം കോൺഗ്രസും PSPയാണ്, അപ്പോൾ അവരും കയ്യേറാൻ തുടങ്ങി. അപ്പോൾ EMS ഓർഡിനൻസ് ഇറക്കി. ഏപ്രിൽ 26 കഴിഞ്ഞുള്ള കയ്യേറ്റങ്ങൾ മുഴുവൻ അസാധുവാണ്. ഏപ്രിൽ 26-നാണ് ഇവരിത് പ്രഖ്യാപിച്ചത്. എന്നാൽ ഇനിയും ഞങ്ങളും കയ്യേറാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതുവരെ കയ്യേറിയത് റെഗുലറൈസ് ചെയ്തു. ഇനി വേറെ ആരും കയ്യേറണ്ട. ഇത് EMS ചെയ്താണ്. അതിലും വലിയ ബുദ്ധിയൊന്നും പിണറായി വിജയൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കയ്യേറിയത് റെഗുലറൈസ് ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. അന്ന് ഇത് കാണിച്ചു കൊടുത്തത് EMS-ആണ്. ഇങ്ങനെ ചെയ്യാം, ഏതായാലും ശരി, മറ്റവരും കൂടെ ചെയ്യാൻ തുടങ്ങുമ്പോഴോ അപ്പം തടയിടുക. ഏതായാലും നമ്മുടെ ഈ വളരെ സാർത്ഥകമായ പുതിയ അറിവുകൾ പകരുന്ന ഒരു ചർച്ചയാണ്. കേരള രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ EMS-നെയും പിണറായിയെയും കൂടി ഒന്ന് താരതമ്യം ചെയ്യാൻ ഇതൊരു വഴികാട്ടിയാവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.